കഴിഞ്ഞ ദിവസമാണ് മുഴുവൻ യുഎസ് എംബസികൾക്കും വൈറ്റ് ഹൗസിൽ നിന്ന് സുപ്രധാനമായൊരു നിർദ്ദേശം ലഭിക്കുന്നത്. സ്റ്റുഡൻസ് വിസ നടപടിക്രമങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കാനായിരുന്നു ഉത്തരവ്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെങ്ങുമുള്ള വിദ്യാർത്ഥികളുടെ അമേരിക്കൻ പഠന സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുന്ന നിർദ്ദേശമായിരുന്നു അത്. യുഎസ് സർവകലാശാലകളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വിസ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഒപ്പുവെച്ച കത്താണ് എംബസികൾക്കെല്ലാം ലഭിച്ചിരിക്കുന്നത്. എന്താണ് റൂബിയോയുടെ ഉത്തരവിലുള്ളത്? വിദേശ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ എന്താണ്? വിശദമായി പരിശോധിക്കാം. വിസ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് റൂബിയോ എംബസികൾക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങൾ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നിരീക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അക്കാര്യം കത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ സ്ക്രീനിങ്ങും പരിശോധനയും വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി കോൺസുലേറ്റുകൾ പുതിയ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് വിസിറ്റർ വിസ അപ്പോയിന്റ്മെന്റുകൾ നൽകരുതെന്നായിരുന്നു ഉത്തരവിൽ പറയുന്നത്. ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കിയത് തൽക്കാലത്തേക്കുള്ള നടപടിയാണെന്ന് ഒരു യുഎസ് വൃത്തവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ അപേക്ഷ സമർപ്പിച്ച് ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റ് ലഭിച്ചവരെ ഇത് ബാധിക്കില്ല. പുതുതായി വരുന്ന അപേക്ഷകർക്ക് മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും സർക്കാർ വൃത്തം വ്യക്തമാക്കിയിട്ടുണ്ട്. ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് വിസ അപേക്ഷകരെ കുറിച്ച് പരിശോധന നടത്താറുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് ടാമി ബ്രൂയിസ് പ്രതികരിച്ചത്. അമേരിക്കയിൽ വരുന്നവർ ആരൊക്കെയാണെന്ന് നിരീക്ഷിക്കാനും പരിശോധിക്കാനുമായി എല്ലാ മാർഗങ്ങളും അവലംബിക്കും. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളെന്നോ അല്ലാത്തവരെന്നോ ഉള്ള വേർതിരിവുകളില്ലെന്നും ബ്രൂയിസ് പറഞ്ഞു. ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട നയത്തിന്റെ തുടർച്ചയായാണ് പുതിയ നടപടിയും വരുന്നത്. സോഷ്യൽ മീഡിയ പരിശോധിച്ച് ഫലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ നിലപാടുള്ളവർക്ക് വിസ നിഷേധിക്കാനാകും നീക്കം. ഇതിനു പുറമെ ട്രംപും റിപ്പബ്ലിക്കന്മാരും എന്നും വിമർശിക്കാറുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർക്കും പുതിയ നീക്കം വലിയ തിരിച്ചടിയാകും. കഴിഞ്ഞ ആഴ്ചയാണ് ഹാർവേഡിനെതിരെ നടപടികളുടെ തുടർച്ചയായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. സ്റ്റുഡൻസ് വിസ നൽകാൻ അർഹതയുള്ള വിദ്യാലയങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സർവകലാശാലയെ ഒഴിവാക്കി. എന്നാൽ നടപടിക്കെതിരെ ഹാർവർഡ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ നടപടി ഫെഡറൽ ജഡ്ജി തടയുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെയും സ്റ്റാഫിന്റെയും സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നിരീക്ഷിച്ച് വിവരം നൽകണമെന്നാണ് ഹാർവേഡിനോടും ട്രംപ് ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നത്. ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവർക്കെതിരെ പകപോക്കൽ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കത്തിനു പക്ഷേ യൂണിവേഴ്സിറ്റി വഴങ്ങിയില്ല. ഭരണകൂടം നൽകി വരുന്ന കോടികളുടെ സാമ്പത്തിക സഹായം ട്രംപ് റദ്ദാക്കിയിട്ടും ഹാർവർഡ് മാനേജ്മെന്റ് കീഴടങ്ങിയില്ല. പകരം നിയമ പോരാട്ടവുമായി തിരിച്ചടിക്കുകയായിരുന്നു സർവകലാശാല. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അമേരിക്കയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടികളാണ് ട്രംപ് ഭരണകൂടം തുടരുന്നത്. ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളുടെ ലീഗൽ പദവി റദ്ദാക്കിയെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പലരും നാടുകടത്തൽ നടപടികൾ ഭയന്ന് നേരത്തെ തന്നെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചിലർ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചു. ഇവരുടെ റദ്ദാക്കിയ പദവി തിരിച്ചു നൽകാൻ നിർബന്ധിതരായെങ്കിലും വിദേശ വിദ്യാർത്ഥികൾക്കെതിരായ കർക്കശമായ പരിശോധനയും നിയമങ്ങളും തുടരുമെന്ന് തന്നെയാണ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നിരവധി യൂണിവേഴ്സിറ്റികളെ സാരമായി ബാധിക്കുമെന്നാണ് പൊളിറ്റിക്കോയും റിപ്പോർട്ട് ചെയ്യുന്നത്. പല യൂണിവേഴ്സിറ്റികളുടെയും പ്രധാന സാമ്പത്തിക സ്രോതസ്സും വരുമാന മാർഗവും വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്.